ഒരു കാലത്ത് നമ്മൾ നടക്കാൻ പഠിക്കുമ്പോൾ വീഴാതിരിക്കാൻ കൈപിടിച്ച് നിർത്തിയവർ, നമ്മൾ കരഞ്ഞപ്പോൾ സ്വന്തം ഉറക്കം മറന്ന് നമ്മളെ ആശ്വസിപ്പിച്ചവർ, നമ്മുടെ ആദ്യ വാക്കിനും ആദ്യ വിജയത്തിനും കണ്ണീരോടെ കൈയടിച്ചവർ, അത് നമ്മുടെ അച്ഛനും അമ്മയുമാണ്. ഇന്നവർക്ക് പ്രായമായി, കൈകൾ ശോഷിച്ചു, തൊലി ചൊക്കിച്ചുളിഞ്ഞു, കാലുകൾ നീങ്ങാൻ മടിക്കുന്നു, ഓർമ്മകൾ ചിലപ്പോൾ വഴിതെറ്റുന്നു. എന്നാൽ അവരുടെ മനസ്സിൽ നമ്മൾ ഇന്നും ആ മകനും മകളും കുട്ടികളൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ലോകത്ത് ചില മക്കൾ പറയുന്നു, സമയമില്ല, ജോലി തിരക്കാണ്, നമ്മുടെ ജീവിതം നമ്മുടേതാണ്, അവരൊക്കെ ജീവിതം ജീവിച്ചു കഴിഞ്ഞവരാണ് എന്നൊക്കെ. ഒരു ചോദ്യം, നമ്മൾ വളരുമ്പോൾ അച്ഛനമ്മമാർക്ക് ഈ പറഞ്ഞ സമയമില്ലായിരുന്നോ? നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ചപ്പോൾ അവർ ഒരിക്കൽ പോലും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചിലർ തെരുവിലേക്ക് ഇറക്കി വിടുന്നു, ചിലർ വൃദ്ധസദനങ്ങളിലേക്ക്. വൃദ്ധസദനങ്ങളിലെ നിശബ്ദത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടെ പലരും കാത്തിരിപ്പിലാണ്, ഒരു ഫോൺ വിളിക്കായി, ഒരു സന്ദർശനത്തിനായി. എൻ്റെ മകൻ വരും, എൻ്റെ മകൾ വിളിക്കുമെന്ന് പറഞ്ഞ് ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നവർ. സ്വന്തം മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന അച്ഛൻ്റെയും അമ്മയുടെയും വേദന ശരീരവേദനയല്ല, അത് മനസ്സിന്റെ മരണമാണ്. ഓർക്കുക, ഇന്നവർക്ക് പ്രായമായത് നമ്മൾ വളർന്നതുകൊണ്ടാണ്. ഇന്നവർ നിസ്സഹായരായത് നമ്മൾ ശക്തരായതുകൊണ്ടാണ്. നാളെ നമ്മളും ഇതേ പ്രായത്തിലേക്ക് എത്തും. നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും, കണ്ണുകൾക്ക് കാഴ്ച കുറയും, ചെവികൾ കേൾക്കാതെയാകും, സ്വയം ഒന്ന് എണീറ്റിരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ പോലും വന്നേക്കാം. അന്ന് നമ്മളെ നോക്കാൻ നമ്മുടെ മക്കൾ പഠിക്കുന്നതും ഇന്നത്തെ നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. അതുകൊണ്ട് അച്ഛനെയും അമ്മയെയും ഒരിക്കലും ഒരു ഭാരമായി കാണരുത്. അവർ നമ്മുടെ വേരുകളാണ്. വേരുകൾ ഉണങ്ങിയാൽ മരം നിലനിൽക്കില്ല. ഒരു ഫോൺ വിളി, ഒരു സ്നേഹവാക്ക്, ഒരു കൈപിടുത്തം, അത് മതി ഒരു പ്രായമായ മനസ്സിന് വീണ്ടും ജീവിക്കാൻ. അവരുപേക്ഷിക്കരുത്. കാരണം നമ്മൾ ആരാണെന്ന് ഈ ലോകത്തിന് ആദ്യം പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തത് അവരാണ്.